good morning. Good morning, Miss. Good morning, Miss. Sakshi, good morning. Good morning, Miss. ആരാണ് ഏത് ഭാവിയാണ് ഇന്ന് ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരിക്കണേ? നിമിഷയുടെ ഭാവിയാണോ? ഓക്കെ. നിമിഷയാണോ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ച ലിങ്ക് അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? വിനീഷയാണോ? എന്റെ പേര് ഞാൻ മറന്നതാ. ലിങ്ക് അയച്ചിട്ട് കിട്ടിയില്ല റെക്കോർഡഡ് ക്ലാസ്സിൽ. അത് ശരിയായോ? വിനീഷ. ഓക്കെ, അത് ശരിയായിരുന്നോ? വിനീഷയുടെ അറിയോ? ഇന്ന് ക്ലാസ്സിൽ ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ആള്? ഇല്ലെന്ന് തോന്നുന്നു മിസ്, പറഞ്ഞില്ലെന്ന്. പറഞ്ഞില്ല അല്ലെ? ഒന്ന് ചോദിക്കണം കേട്ടോ. അന്ന് റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് ചോദിക്കാം, ഡീറ്റെയിൽസ് ചോദിക്കണം എന്നൊക്കെ മറന്നു പോയി. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് അപ്പൊ തുടങ്ങാം കേട്ടോ. ഓൾ മ്യൂട്ട് ചെയ്യാണ്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ പറഞ്ഞിരുന്നു? സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ഓർമ്മയുണ്ടല്ലോ? ഏത് വർഷമാണ്? 1860. അതിൽ നമ്മൾ പഠിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ? അത് വേറെ ഒന്നുമില്ല. അതായത് നമ്മുടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലോ അതിന്റെ ഉടമസ്ഥതയിലോ സ്ഥാപിതമായിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അത്രയും അതിനകത്ത് മനസ്സിലാക്കാനുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് ആണ്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതത് സംസ്ഥാനങ്ങളില് അല്ലെ, അതത് സംസ്ഥാനങ്ങളില് ഇതുപോലെ തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ളതോ അതിന് കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതോ ആയ ഹോസ്പിറ്റലുകള് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ചുരുക്കി പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പറയുന്ന സെൻട്രൽ ആക്ടുകളുണ്ട്, സ്റ്റേറ്റ് ആക്ടുകളുണ്ട്. എന്തിനു പറയുന്നു? പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെയുണ്ട് അല്ലെ. അപ്പൊ ഇത്തരം നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാവണം ഇങ്ങനെയുള്ള ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കാനായിട്ട്. ഓക്കെ, ആ ഒരു ഐഡിയ ഉണ്ടായാൽ മതി കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെക്കാം. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിന്റെ വർഷം ഇമ്പോർട്ടന്റ് ആണ്, 1860. ഓക്കെ, അടുത്തത് ആക്ട് ഇൻ റിലേഷൻ ടു ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ് കേട്ടോ. അതായത് ഹോസ്പിറ്റലുകളുടെയും നഴ്സിംഗ് ഹോംസുകളുടെയും സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആക്ടുകളുണ്ട്. ഓക്കെ, ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് അത് എന്ത് ആക്ട് ആണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. നമ്മുടെ ഹോസ്പിറ്റലുകളും നഴ്സിംഗ് ഹോമുകളുടെയൊക്കെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട എന്താ പറയുക നിയമങ്ങളും നിലവിലുണ്ട് കേട്ടോ. ഇനി നോക്കാം. There are regional laws in each state controlling the establishment and standards about the hospitals or nursing homes. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളും നഴ്സിംഗ് ഹോമുകളുടെയൊക്കെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട പല മാനദണ്ഡങ്ങളും നിയന്ത്രിക്കുന്നതിനായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും പ്രാദേശികമായിട്ടുള്ള നിയമങ്ങൾ വരെ നിലവിലുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സെൻട്രൽ നിയമങ്ങളുണ്ട്, സ്റ്റേറ്റ് നിയമങ്ങളുണ്ട്, അതുകൂടാതെ ഇതുണ്ട്, പ്രാദേശികമായിട്ടുള്ള നിയമങ്ങളുണ്ട്. ശരിയല്ലേ? ഇപ്പൊ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മളൊരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രാദേശിക നിയമങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. അല്ലാതെ ഇപ്പൊ ഒരു കോർപ്പറേഷന്റെ പരിധിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തോ വില്ലേജോ അങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൂടെ അവിടെ എന്ത് ചെയ്യണം? പാലിക്കണം. എങ്കിൽ മാത്രമേ ആ ഹോസ്പിറ്റലിന് ലൈസൻസ് കിട്ടുകയുള്ളൂ, അവർക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒപ്പം അതത് സംസ്ഥാനങ്ങളുടെ നിയമങ്ങളും എന്തിനു പറയുന്നു? കേന്ദ്ര ഗവൺമെന്റ് നിയമങ്ങളും അവിടെ പാലിക്കപ്പെട്ടിരിക്കണം. അപ്പൊ നോക്കാം, ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. എന്താണ് ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്? അതൊരു റീജിയണൽ ആക്ടിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. Any establishment legally coming under this definition within the regional municipal jurisdiction should be registered under this act. എന്താണ് പറയുന്നത്? അതായത്
നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനം എന്ന് പറയുന്നുള്ളൂ. അതായത് ഹോസ്പിറ്റൽ മാത്രമല്ല, ഹോസ്പിറ്റൽ പോലെയുള്ള ഏതൊരു സ്ഥാപനങ്ങളും, അതൊരു ഷോപ്പ് ആയിക്കോട്ടെ, ഓക്കെ, എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനങ്ങളും ഏത് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പാലിറ്റി, നമ്മുടെ വില്ലേജിൽ നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് നോക്കിയാൽ, ദ ആക്ട് ഈസ് ഡിസൈൻഡ് ടു മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ്, അവേഴ്സ് ഓഫ് വർക്ക്, leave, holidays, terms of service, and other work conditions of people who are employed in the shop. അതായത് ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരുടെ എന്താണ് പേയ്മെന്റ് ഓഫ് വേജസ്, അവരുടെ വേതനം, അവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ്, അതുപോലെ തന്നെ അവേഴ്സ് ഓഫ് വർക്ക്, അവരുടെ ജോലി സമയങ്ങള്, അല്ലെ, പിന്നെ ലീവ്, അവരുടെ അവധി, അതുപോലെ തന്നെ ഹോളിഡേയ്സ്, പിന്നെ ടേംസ് ഓഫ് സർവീസ്, അല്ലെ, അവരുടെ തൊഴിൽപരമായിട്ടുള്ള അവരുടെ സേവന നിബന്ധനകള്, പിന്നെ അതർ വർക്ക് കണ്ടീഷൻസ് ഓഫ് പീപ്പിൾ, അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജോലി സാഹചര്യങ്ങള് എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അല്ലെ, ഇപ്പൊ ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അവർക്ക് കൊടുക്കുന്ന വേതനം അത് ന്യായമാണോ, അല്ലെങ്കിൽ അതുപോലെ അവരുടെ വർക്കിംഗ് അവേഴ്സ് എത്രത്തോളം ഉണ്ട്, അവർക്കുള്ള അവധികൾ എങ്ങനെയാണ്, അതുപോലെ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള സേവന നിബന്ധനകൾ എന്തൊക്കെയാണ്, അവർ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ എന്തൊക്കെയാണ്, അപ്പൊ ഇതിലൊക്കെ ഒരു സേഫ്റ്റി അവർക്ക് കൊടുക്കണം. അല്ലെ, ആ ഒരു ഉദ്ദേശത്തോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് ഇത്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഓക്കെ, മനസ്സിലായല്ലോ? രജിസ്റ്റർ ചെയ്യുമ്പോഴാണോ ലൈസൻസ് കിട്ടുക? അതെ, രജിസ്റ്റർ ചെയ്യണം കേട്ടോ. രജിസ്റ്റർ നമ്മൾ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ലൈസൻസോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ പ്രശ്നം വരും. അടുത്തതാണ് നെക്സ്റ്റ് ആക്ട് ആണ് PCPNDT ആക്ട് കേട്ടോ. PCPNDT ആക്ട് ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. എക്സ്പാൻഷൻ മനസ്സിലാക്കി വെക്കുക. PCPNDT ആക്ട് എന്താണ്? അതിന്റെ എക്സ്പാൻഷൻ ഇതാണ്: പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക്സ് ടെക്നിക്സ് ആക്ട്. എന്താണ്? പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക്സ് ടെക്നിക് ആക്ട്. മറ്റൊരു പേര് കൂടെ പറയും, എന്താണെന്ന് അറിയോ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട്. എന്താണ് പറയാ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്നും പേരുണ്ട്. ആദ്യം അത് പഠിച്ചു വെക്കാം. ഓക്കെ, എന്താണ് ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞാല്? ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ ഈ പറയുന്ന ഫീമെയിൽ സെക്സ് റേഷ്യോ, അതായത് ഈ പറയുന്ന സ്ത്രീ അനുപാതം കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണ ഹത്യ തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആയിരുന്നു എന്ത്? PCPNDT ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായി? പെൺഭ്രൂണ ഹത്യ തടയുന്നതിന് വേണ്ടിയിട്ട്. കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു കാലഘട്ടത്തിൽ അറിയാലോ നിങ്ങൾക്ക്, ഇപ്പോഴും പെൺകുട്ടികൾ ഒരു ഭാരമായിട്ട് കണ്ടിരുന്ന ഒരു സൊസൈറ്റിയാണ് അല്ലെ. ഇന്നൊക്കെ അപ്പൊ ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നു, ഇനിയും മാറി വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ പണ്ടൊക്കെ ഇത് കൂടുതലായിരുന്നു അല്ലെ. കാര്യം ഇപ്പൊ നമുക്കറിയാം, ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ് അല്ലെ. എന്താ കാരണം? ഈ ഒരു ആക്ട് മുഖേനയാണ് അങ്ങനൊരു സംഭവം വന്നത്. അതിന് മുമ്പ് വരെ ഇപ്പൊ ഒരു നിമിഷത്തിൽ വായിക്കാം. The PCPNDT Act was approved on 20th September 1994. അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത പോയിന്റ് ആണ് 1994 സെപ്റ്റംബർ 20 കേട്ടോ. സെപ്റ്റംബർ 20 ഏത് ആക്ട് നിലവിൽ വരുന്നത്? PCPNDT ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ 1994 മുമ്പ് വരെ ഇവിടെ എന്തുണ്ടായിരുന്നു? ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തുമായിരുന്നു. അങ്ങനെ നടത്തുമ്പോൾ പെൺകുട്ടികളാണെന്ന് അറിയുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യണം? ഗർഭാവസ്ഥയിൽ വെച്ച് തന്നെ അവരെ അബോർഷൻ ചെയ്ത് കളയുമായിരുന്നു. അങ്ങനെ ചെയ്ത് അവസാനം കേരളത്തില് ഉണ്ടായിരുന്നു. അതിലും കൂടുതൽ ഈ നോർത്ത് ഇന്ത്യ പോലുള്ള ഉൾഗ്രാമങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. കാരണം പെൺകുട്ടികൾ ഒരു ഭാരമായിട്ടാണ് എല്ലാവരും കാണുന്നത് അല്ലെ. അപ്പൊ അങ്ങനൊരു ഇതില് ഈ അബോർഷൻ, പ്രത്യേകിച്ച് പെൺകുട്ടിയാണെന്ന് അറിയുമ്പോൾ അവരപ്പോഴേ തന്നെ നശിപ്പിച്ച് കളയുമായിരുന്നു, ഇല്ലാതാക്കി
ഇല്ലാതാക്കി കളയുമായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഫീമെയിൽ റേഷ്യോ, സെക്സ് റേഷ്യോ അവിടെ കുത്തനെ കുറയാനായിട്ട് തുടങ്ങി ഇന്ത്യയില്. ഓക്കെ, അപ്പൊ അതിന് ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ടും ഇങ്ങനെയുള്ള ഫീമെയിൽ ഫെറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് PCPNDT ആക്ട് കേട്ടോ. ഓക്കെ, അപ്പൊ വായിക്കാം നമുക്ക്. PCPNDT ആക്ട് വാസ് അപ്രൂവ്ഡ് ഓൺ എന്നാണ് പഠിച്ചു വെക്കാം, ഇപ്പോഴേ തന്നെ പഠിക്കാം. 28th സെപ്റ്റംബർ 1994 കേട്ടോ. 1994 സെപ്റ്റംബർ 20-നാണ് ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. അതിന്റെ ഫുൾ ഫോം അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രീ കൺസെപ്ഷൻ, കൺസെപ്ഷൻ എന്ന് അറിയാലോ, പ്രഗ്നൻസി ആണ് ഉദ്ദേശിച്ചത്. പ്രഗ്നൻസിയിൽ തന്നെ കുട്ടീനെ നശിപ്പിച്ച് കളയാണ് കേട്ടോ. പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീ നാറ്റൽ, പ്രീ നാറ്റൽ മീൻസ് ഇതേ അർത്ഥം തന്നെയാണ്, പ്രഗ്നൻസി ടൈം തന്നെയാണ്. ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് അഥവാ പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് എന്ന് പറയും കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഏത് ആക്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. PCPNDT ആക്ടിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട്. That is a statute approved to stop എന്തിനു വേണ്ടിയിട്ടാണ്? അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഫീമെയിൽ ഫെറ്റിസൈഡ് that has resulted in declining the female sex ratio in India. നമ്മുടെ ഇന്ത്യയിലെ ഫീമെയിൽ സെക്സ് റേഷ്യോ കുറയുന്നതിന് കാരണമായിട്ടുള്ള പെൺഭ്രൂണഹത്യ, ഫീമെയിൽ ഫെറ്റിസൈഡ് തടയുന്നതിനായിട്ട് കൊണ്ടുവന്ന ആക്ട്, ഇത് ആക്ടാണ് അത് PCPNDT ആയിട്ട്. അപ്പൊ 3 രീതിയിൽ അതിൽ ക്വസ്റ്റ്യൻ വരാം, 4 രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. ഒന്ന് PCPNDT ആക്ട് നിലവിൽ വന്ന വർഷം 1994 സെപ്റ്റംബർ 20. PCPNDT ആക്ടിനെ പറയുന്ന മറ്റൊരു പേര് ഏതായിരുന്നു? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ ആക്ട് കേട്ടോ. PCPNDTയുടെ എക്സ്പാൻഷൻ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം. അതുപോലെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നമ്മുടെ ഇന്ത്യയിലെ ഫീമെയിൽ ഫെറ്റിസൈഡ് പ്രിവെന്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? PCPNDT ആക്ട് ആണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ, മനസ്സിലായില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് MTP ആക്ട് 1971 കേട്ടോ. MTPയുടെ എക്സ്പാൻഷൻ എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 കേട്ടോ. 1971 എന്താണ്? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഈ പറയുന്ന വർഷങ്ങളൊന്നും നിങ്ങൾ പഠിക്കാതെ പോകരുത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, PCPNDT ആക്ട്, MTP ആക്ട്, ഇനി പഠിക്കുന്ന 2 ഉണ്ട്. അതിന്റെ വർഷങ്ങളൊക്കെ എന്തായാലും പഠിച്ചു തന്നെ പോകണം കേട്ടോ. പല തവണ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങളത് വിട്ടുപോകരുത്. ഇപ്പൊ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 1971. അതായത് ശരിക്കും പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് വളരെ സുരക്ഷിതമായിട്ടുള്ള നിയമപരമായിട്ടുള്ള അനുവാദം നൽകുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ MTP ആക്ട് എന്ന് പറയുന്നത്. അതായത് സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കാനായിട്ട് വളരെ സുരക്ഷിതമായിട്ടും നിയമപരമായിട്ടും ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് അനുവദിക്കുന്ന ഒരു നിയമമാണ് MTP ആക്ട് എന്ന് പറയുന്നത്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ സുരക്ഷിതമല്ലാത്തതും നിയമവിരുദ്ധമായിട്ടുള്ള ഗർഭഛിദ്രം നടത്തുന്നത് മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് കൂടെ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ആക്ടാണ് MTP ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ, പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആക്ട് അല്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ചില പ്രത്യേക സാഹചര്യങ്ങൾ, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്, ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ചില പ്രത്യേക സാഹചര്യത്തിന് സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് അനുവദിക്കുന്ന നിയമം. ആ പ്രത്യേക സാഹചര്യം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാര്യം എല്ലായ്പ്പോഴും അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, പ്രസവം നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതല്ല കേട്ടോ. അബോർഷൻ ചെയ്യാനായിട്ട്, അതായത് ഇപ്പൊ സ്ത്രീകൾ ഇപ്പൊ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ വളർച്ചകള് ഇപ്പൊ അമ്മയുടെ എന്താ പറയുക ഹെൽത്തിന് അല്ലെങ്കിൽ അമ്മയുടെ ജീവന് ഹാനികരമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ആ പ്രഗ്നൻസി അവിടെ ഈ ഒരു നിയമപ്രകാരം നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഓക്കെ, അതുപോലെ ചില കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ സ്കാനിങ്ങിലും മറ്റുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ട്, ഒരു കാരണവശാലും നമുക്ക് ആ കുഞ്ഞ് ജനിച്ചില്ലെങ്കിൽ അവര് വൈകല്യത്തോടു കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ജനിക്കുന്നത്, മുൻകൂട്ടി നമ്മൾക്ക് അറിയുവാണെങ്കിൽ അതും നമുക്ക് MTP ആക്ട് പ്രകാരം എന്ത് ചെയ്യാം? വേണ്ടാന്ന് വെക്കാം. കാര്യം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിനേക്കാളും നല്ലത് ജനിക്കാതിരിക്കുന്നതാണ് അല്ലെ. ഒരുപാട് വൈകല്യങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരെ നോക്കാന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇത് നല്ലത് വൈകല്യങ്ങളില്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാതിരിക്കുക
വിധിക്കാന്നുള്ളതാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ വേണ്ടാന്ന് വെക്കാം. അതുപോലെ ചില പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ വല്ല റേപ്പ് വിക്ടിം ആയതിന്റെ ഒക്കെ പേരിൽ പ്രഗ്നന്റ് ആവാം, അങ്ങനെയുള്ള കേസുകൾ വരികയാണെങ്കിലും ഈ NTP ആക്ട് പ്രകാരം എന്ത് ചെയ്യാവുന്നതാണ്, അബോർഷൻ ചെയ്യാവുന്നതാണ്. അതാണ് പറഞ്ഞത് ചില പ്രത്യേക സാഹചര്യങ്ങളില് സ്ത്രീകൾക്ക് അവരുടെ ഗർഭധാരണം അവസാനിപ്പിക്കുന്നതിന് അനുവദിക്കുന്ന സുരക്ഷിതമായിട്ടുള്ള ഒരു ആക്ടാണ് കേട്ടോ, അനുവദിക്കുന്ന ഒരു ആക്ടാണ് NTP ആക്ട് കേട്ടോ. ഈ ഒരു ആക്ട് പ്രകാരം രജിസ്ട്രേഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ എന്ത് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ, ഈ ഒരു പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. രജിസ്ട്രേഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മാത്രമേ അങ്ങനെയുള്ളത് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. An act to provide for the stoppage of certain pregnancies by the registered medical practitioners and for matters linked therewith. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. വർഷം പഠിച്ചു വെച്ചാൽ NTP ആക്ട് 1971 കേട്ടോ. അല്ലെങ്കിൽ ഈ ആക്ടുകളുടെ വർഷങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു GK എന്നുള്ള രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അഥവാ ഹാൻഡ്ലിംഗ് റൂൾസ് ആണ് കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് അഥവാ ഹാൻഡ്ലിംഗ് റൂൾസ് കേട്ടോ. വർഷം ഏതാണ്? 1998 ആണ് കേട്ടോ. 1998 കേട്ടോ. ഇതിലാണ് നോക്കാൻ രണ്ട് പോയിന്റുകള്. ദ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998 came into operation. 1998 ബയോമെഡിക്കൽ വേസ്റ്റ്, ഇതാണ് പോയിന്റ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് നോട്ട് ബി മിക്സ്ഡ് വിത്ത് അതർ വേസ്റ്റ്. മനസ്സിലായോ? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് മറ്റുള്ള വേസ്റ്റുകളുമായിട്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാനായിട്ട് പാടില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് പല ടൈപ്പ് വേസ്റ്റുകളുണ്ട്. ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റുകളാണ് അല്ലെ. അതായത് ഈ പറയുന്ന എന്താ പറയുക, വേസ്റ്റ് ദാറ്റ് ഇസ് കണ്ടാമിനേറ്റഡ് വിത്ത് ബ്ലഡ്, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സുകൾ, മറ്റുള്ള ഇൻഫെക്റ്റീവ് ഏജൻസ് ഒക്കെയുള്ള വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, പാത്തോളജിക്കൽ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. പാത്തോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വേസ്റ്റ് ഓഫ് ടിഷ്യൂസ്, സെല്ലുകള്, അതുപോലെ മറ്റുള്ള ബോഡി പാർട്സുകള് ദാറ്റ് ഇസ് റിമൂവ്ഡ് ഡ്യൂറിംഗ് ദ സർജറി ഓർ ഓട്ടോപ്സി. അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വല്ല സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ മുറിച്ച് മാറ്റപ്പെടുന്ന ചില ടിഷ്യൂസുകൾ, ഓർഗൻസുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വേസ്റ്റ് ആണ്, പാത്തോളജിക്കൽ വേസ്റ്റുകളാണ്. പിന്നെ ഷാർപ്പ് വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ, നമ്മൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന നീഡിൽസുകള്, സിറിഞ്ചുകള്, അങ്ങനെയുള്ള നൈഫ്സുകൾ, ഇതൊക്കെ ഷാർപ്പ് വേസ്റ്റുകള്. അതുപോലെ ലബോറട്ടറി വേസ്റ്റുകൾ ധാരാളം ഉണ്ടാവും അല്ലെ. പിന്നെ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റുകൾ ഉണ്ടാവും, ഉപയോഗിക്കാത്ത മരുന്നുകൾ, എക്സ്പയർഡ് ആയിട്ടുള്ള മരുന്നുകൾ, ഇതൊക്കെ അതുപോലെ ന്യൂക്ലിയർ മെഡിസിൻ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളെ മറ്റുള്ള നോർമൽ വേസ്റ്റുകളുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കലർത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? ഈ ആക്ട് ആണ്, ബയോമെഡിക്കൽ വേസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് ആക്ട് ആണ് കേട്ടോ, 1998. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാല് biomedical waste must be stored out of containers or bags at the points of generation before its storage, transportation, treatment and disposal. എന്താണ് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റുകള് അത് എവിടെ നിന്നാണോ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അതിനെ നമ്മൾ സോർട്ട് ചെയ്യണം. പ്രത്യേകം ബാഗുകളിലോ പ്രത്യേകം കണ്ടെയ്നറിലായിട്ട് സോർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പാത്തോളജിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതിനൊരു കണ്ടെയ്നർ, ഇനി ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ആണെങ്കിൽ അതിനൊരു വേറൊരു മീൻസ് ഒരു ബാഗ്, ഒരു കണ്ടെയ്നർ കൊടുക്കാം. അതുപോലെ തന്നെ മറ്റുള്ള ഇൻഫെക്റ്റീവ് ഏജൻസ് കൊണ്ടുള്ള വേസ്റ്റ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളും അതുപോലെ ബാഗുകൾ ായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ വേസ്റ്റുകൾ സോർട്ട് ചെയ്യണം. എവിടെ നിന്നാണോ ആ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം ഓൺ ദ സ്പോട്ടിൽ വെച്ച് അതിനെ സോർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ പിന്നീട് അതിന്റെ സ്റ്റോറേജും മറ്റൊരു സ്ഥലത്തേക്ക് അതിന്റെ ട്രാൻസ്പോർട്ടേഷനും ഡിസ്പോസലും ഒക്കെ നടത്താനായിട്ട് പാടുള്ളൂ. അല്ലാണ്ട് അത് കൊണ്ടുവന്ന് അവസാനമായിട്ട് സോർട്ട് ചെയ്യലല്ല, എവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണം അവിടെ വെച്ച് തന്നെ സോർട്ട് ചെയ്തിട്ട് വേണം പിന്നെ നമ്മൾ അവിടെ ട്രാൻസ്പോർട്ടേഷനും ഡിസ്പോസലും ഒക്കെ നടത്താനായിട്ട്. പൊതുവെ അങ്ങനെ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് 1998. നിങ്ങൾ ഇന്ന് ഓർത്താൽ മതി. അതിന്റെ ആക്ടിന്റെ പ്രത്യേകത എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റു വേസ്റ്റുകളുമായിട്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. അത് ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സോർട്ട് ചെയ്യണം. അതിനുശേഷം മാത്രമേ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഡിസ്പോസൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇങ്ങനെ ഓർത്താൽ മതി. ബയോമെഡിക്കൽ വേസ്റ്റ് കറക്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി കേട്ടോ. 8ന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി. 1998 കേട്ടോ, 8ന്റെ പണി കിട്ടുന്ന ഓർത്താൽ മതി. ഓക്കെ,
അടുത്തതാണ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 ഏറ്റവും ഒടുവിലത്തെ ആക്ട് ആണ് 2012 പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട്. കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. 2012 എന്താണ് ഈ ആക്ട് പറയുന്നത്? an act to ban violence against healthcare service persons and to prevent the damage and loss to property in healthcare service institutions and for the matters related therewith. അതായത് നമ്മുടെ ഈ പറയുന്ന ആശുപത്രികളില് പ്രവർത്തന സേവന സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ ആരോഗ്യ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കൊക്കെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളൊക്കെ തടയുന്നതിനും അതുപോലെ ആശുപത്രിയിലെ വസ്തുവകകളൊക്കെ എന്താ പറയുക നാശനഷ്ടങ്ങളൊക്കെ വരുത്തുന്നതിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് കേട്ടോ. പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് ഏത് വർഷമാണ്? 2012. മനസ്സിലായോ? അതൊരു സേവന സ്ഥാപനങ്ങളിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്കൊക്കെ എതിരായിട്ടുണ്ടാകുന്ന അക്രമങ്ങള് അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊക്കെ തടയുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ട് ആണ് കേട്ടോ. ഓക്കെ, പൊല്യൂഷൻ അതിനകത്ത് പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുമോ? കാര്യം എന്താന്ന് വെച്ചാൽ കൂടുതലും ഈ ഹോസ്പിറ്റലൊക്കെ തട്ടിപ്പൊളിക്കാം. പൊല്യൂഷന് വേണമെങ്കിൽ അതിൽ പെടുത്താവുന്നതാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ പ്രോപ്പർട്ടിക്ക് നാശം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പൊല്യൂഷൻ വരുത്തുകയോ അങ്ങനെ അതും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇപ്പൊ നമ്മള് എന്താ പറയാ ഡോക്ടേഴ്സിനെയൊക്കെ കയ്യേറ്റം ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ ചിലരെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ തട്ടിപ്പൊളിക്കുക, ഹോസ്പിറ്റലിന്റെ പ്രോപ്പർട്ടിക്ക് ആ ഒരു നാശനഷ്ടം ഉണ്ടാക്കുന്ന എന്ത് കാര്യവും ഇതിനകത്ത് പെടും കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്ത് ഇഷ്യൂസും ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. 2012 ആക്ട് കഴിഞ്ഞതോടുകൂടി നമ്മുടെ ചാപ്റ്ററിലൂടെ അവസാനിക്കുകയാണ് കേട്ടോ. എളുപ്പമുള്ള ചാപ്റ്റർ അല്ലേ ഇത്? അപ്പൊ നമ്മൾ പഠിക്കാനും ഇത് വർഷങ്ങളാണ് നിങ്ങളൊന്ന് പഠിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ എത്തിക്സ് എല്ലാം നോക്കുക, ലോ എന്താണെന്ന് മനസ്സിലാക്കി വെക്കാം. അതിന്റെ ആവശ്യകതകള് MLC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലീഗൽ കേസുകളാണ്. അതിന് എക്സാമ്പിളുകളൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ നമ്മൾ ആദ്യം കുറച്ചൊരു 10 ആക്ടുകൾ പഠിച്ചിരുന്നു കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടോർട്ട് എന്താണ്? ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്? അതിന്റെ മീനിങ് എന്താണ് പഠിച്ചിരുന്നു നമ്മൾ. ഡിസ്ട്രൽ ഓഫ് ട്രൂത്ത് എന്നാണ് മീനിങ്. അതിന് കുറെ എക്സാമ്പിള് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഏത് വർഷമാണ്? അതുപോലെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860, PCPNDT ആക്ട് ഓർത്ത് വയ്ക്കുക 1996 സെപ്റ്റംബർ 20. പിന്നെ FTP ആക്ട് 1971, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. വേസ്റ്റ് മിക്സ് ചെയ്യാൻ പാടില്ലല്ലോ, മിക്സ് ചെയ്തിട്ടിന്റെ പണി കിട്ടും അല്ലെ? 1998. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ഏതാണ്? 2012 ഏതായിരുന്നു? പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ക്ലിയർ അല്ലേ ചാപ്റ്റർ? ഓക്കെ ആണല്ലോ? മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ ഇതാണ്, മെഡിക്കൽ റെക്കോർഡ്സ്. ഇതൊക്കെ നമുക്ക് കിടക്കുന്ന നല്ല വണ്ടൻ ചാപ്റ്ററുകളാണ് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള ചാപ്റ്ററുകളാണ്. ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. ഓക്കെ, അപ്പോ മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് എടുക്കാം. അപ്പോ ഇതൊരു വലിയ ചാപ്റ്റർ ആണ് കേട്ടോ. വലിയ ചാപ്റ്റർ ആണ്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിൽ ഇങ്ങനെ നമ്മൾ ഒരുപാട് പോയിന്റുകൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ മാത്രം എത്തിക്സ് ലീഗൽ ഇഷ്യൂസിലെ വർഷങ്ങളൊക്കെ കാണാണ്ട് പഠിക്കണ്ടേ. അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതിൽ പിന്നെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ അറിഞ്ഞിരിക്കാം. ഇപ്പൊ പൊതുവായിട്ട് നമ്മൾ ജനറൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിൽ മെഡിക്കൽ റെക്കോർഡ്സ് പഠിച്ചാൽ മതി. അതിൽ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല, പക്ഷെ വലിയ ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും കേട്ടുപരിചയുള്ളൊരു വാക്കാണ് അല്ലെ? മെഡിക്കൽ റെക്കോർഡ് എല്ലാം നമുക്കറിയാം, അതൊരു ലീഗൽ റെക്കോർഡാണ് കേട്ടോ. നിയമപരമായിട്ടുള്ള ഒരു റെക്കോർഡാണ് എന്ന് പറഞ്ഞാല് ഒരു ഹോസ്പിറ്റലിന് നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട റെക്കോർഡാണ് മെഡിക്കൽ റെക്കോർഡ്. അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും എന്തുണ്ടായിരിക്കും? മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. ഈ മെഡിക്കൽ റെക്കോർഡ് അത് കറക്റ്റ് ആണ്. പക്ഷെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ രേഖപ്പെടുത്തും. ഇപ്പൊ എല്ലാം എന്താണ്? കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കേട്ടോ. അല്ലാണ്ടും ഉണ്ട് മെഡിക്കൽ റെക്കോർഡ്. എനിക്ക് ഒരു 3 വർഷം ആണ് സൂക്ഷിച്ചു വെക്കുന്നത്. 3 വർഷം കഴിഞ്ഞത് മാറ്റുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മെഡിക്കൽ റെക്കോർഡ്. അതിന് പറയുന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയാം കേട്ടോ. ഹെൽത്ത് റെക്കോർഡ് അല്ലെങ്കിൽ ഹെൽത്ത് ചാർട്ട് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഈ തുടക്കത്തിൽ ഈ പേജ് ഉണ്ടല്ലോ, ഫസ്റ്റ് പേജിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റത്തെ പോയിന്റ് ഇൻട്രൊഡക്ഷൻ ആണ്, നമുക്കൊന്ന് വായിക്കാം. മെഡിക്കൽ റെക്കോർഡ്. Medical record means who, what,
why, where and when of the patient care to the hospital. എന്താണ് അവിടെ വലിയ ഡെഫിനേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെ. അതായത് ഒരു ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ആണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാല് അതിനകത്ത് പേഷ്യന്റിന്റെ കെയർ അല്ലെ, പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ആണ് അതിനകത്ത് പറയുന്നത്. ഏതൊക്കെയാണ് 5 Ws? ഒന്ന് ഹൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് അല്ലെ, പേഷ്യന്റ് ആരാണ് അല്ലെ, ഹു ഈസ് ദാറ്റ് പേഷ്യന്റ്, പേഷ്യന്റ് ആരാണ്, പേഷ്യന്റ് ആരാണെന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും അല്ലെ, അയാളുടെ പേര്, അയാളുടെ വയസ്സ്, അയാളുടെ എന്താ പറയാ ഡ്രസ്സ്, അതുപോലെ അങ്ങനെ എല്ലാം അയാളുമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ് ആണ് ഹു എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, രണ്ടാമത്തത് വാട്ട്, എന്താണ് അല്ലെ, എന്തെന്ന് വെച്ചാൽ എന്ത് അസുഖമാണ്, എന്ത് അസുഖമായിട്ടാണ് അയാൾ വന്നത് അല്ലെ, എന്ത് ചികിത്സയാണ് അയാൾക്കായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടാവും. വൈ, എന്തുകൊണ്ടാണ് അവർ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ എന്ത് അസുഖത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത് കേട്ടോ. പിന്നെ വേർ എന്ന് പറഞ്ഞാൽ വേർ ഇസ് ദാറ്റ് പേഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ വരുന്ന ആ ഒരു പേഷ്യന്റിനെ എവിടെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്, അവർ വാർഡിലാണോ, അതൊരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലാണോ, അതോ റൂമിലാണോ, ICUവിലാണോ, അതൊരു ഓപ്പറേഷൻ തിയേറ്ററിലാണോ, അങ്ങനെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെയുള്ള വിവരങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. ആൻഡ് വെൻ, എപ്പോഴാണ് ആ പേഷ്യന്റിന് നമ്മൾ ചികിത്സകൾ കൊടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് അവർക്ക് മെഡിസിൻസും മറ്റും പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇങ്ങനെ ഒരു പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്നതാണ് എന്ത്, നിമിഷ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ ആണ് അല്ലെ. അതാണ് എന്ത് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. നല്ലൊരു സെന്റൻസിലായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് ഇസ് ദ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഓഫ് ദ പേഷ്യൻസ് ഇന്ററാക്ഷൻ വിത്ത് ദെയർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെയായിരിക്കും കുറച്ചുകൂടി പറയാൻ എളുപ്പം. ഇറ്റ് ഈസ് എ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ഡോക്യുമെന്റഡ് ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ് ഇന്ററാക്ഷൻസ് വിത്ത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അല്ലെ. അതായത് രോഗികൾക്ക് അവരുടെ ആരോഗ്യ പരിചരകരുമായിട്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻസ്, ഇടപെടലുകളുടെ ഒരു ഹിസ്റ്ററി അല്ലെ, അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്ന, ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്ന റെക്കോർഡ്, ദാറ്റ് ഈസ് കോൾഡ് എന്ത്, മെഡിക്കൽ റെക്കോർഡ്. അതിനകത്ത് പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട 5 Ws ആണ് അവിടെ പറയുന്നത്. ഓക്കെ, അതിന് വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇമ്പോർട്ടന്റ് പോയിന്റുകൾ ഞാൻ പറയാൻ മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഈസ് എ ലീഗൽ റെക്കോർഡ്. എന്താണ്, അതൊരു നിയമപരമായിട്ടുള്ള റെക്കോർഡാണ്. പലതവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ഡാഷ് റെക്കോർഡ്. എന്താണ്, ലീഗൽ റെക്കോർഡ്, അല്ലെങ്കിൽ ഡാഷ് ഈസ് എ ലീഗൽ റെക്കോർഡ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. മെഡിക്കൽ റെക്കോർഡ് ഈസ് എ ലീഗൽ റെക്കോർഡ്. നിയമപരമായിട്ട് ഓരോ ഹോസ്പിറ്റലുകളിലും നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ട റെക്കോർഡ് ഏതാണ്, അത് മെഡിക്കൽ റെക്കോർഡാണ്. അതൊരു ലീഗൽ റെക്കോർഡാണ് കേട്ടോ, നിയമപരമായിട്ട് തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു റെക്കോർഡാണ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നതാണ് മെഡിക്കൽ റെക്കോർഡ്സ് ഫേവേഴ്സ് പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ അത് ഒരു ഹോസ്പിറ്റലിന് മൊത്തത്തിൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു റെക്കോർഡാണ്. എന്ന് വെച്ചാൽ അത് പേഷ്യൻസിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, അവർ ചികിത്സിക്കുന്ന കൺസൾട്ടൻസ്, മറ്റുള്ള ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ. ഇതിൽ പറയുന്നു മൊത്തത്തിൽ ഹോസ്പിറ്റലിന് തന്നെ ഏറ്റവും ബെനിഫിറ്റ്, ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു റെക്കോർഡാണിത് മെഡിക്കൽ റെക്കോർഡ്. കാര്യം എന്താണ്, അതിൽ ആ ഒരു റെക്കോർഡിൽ നോക്കി കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. പേഷ്യന്റിന്റെ വിവരങ്ങളും, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ്, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്താണ്, അതെല്ലാം അവർക്ക് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അത് ഏറ്റവും ഫേവേഴ്സ് ടു ദ പേഷ്യന്റ്, കൺസൾട്ടൻസ്, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, അതിന് വേറെ പോയിന്റുകളൊന്നുമില്ല, മനസ്സിലാക്കി വെച്ചാൽ മതി. അടുത്തതും പോയിന്റ് അല്ല, ഒന്ന് വായിക്കാം. The legal aspects enclose the requirements and principles related to the making the medical record, including its content, using and restraining the record, maintaining it, obtaining it, and releasing the information from it. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, അത് വേറൊന്നുമില്ല, അതായത് നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ആ ഒരു എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന്റെ ലീഗൽ റിക്വയർമെന്റ്സും അതുപോലെ ലീഗൽ പ്രിൻസിപ്പിൾസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം.
അതുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ലീഗൽ റിക്വയർമെന്റ്സ് ഒക്കെ അറിയുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി മാത്രമാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു നോക്കുക. ലീഗൽ റിക്വയർമെന്റ്സ് ആൻഡ് പ്രിൻസിപ്പൽ റിലേറ്റഡ് ടു മേക്കിംഗ് ദ മെഡിക്കൽ റെക്കോർഡ്. ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ രൂപീകരണവുമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻക്ലൂഡിങ് ഇറ്റ്സ് കണ്ടന്റ്. അതായത് കണ്ടന്റ് ആ മെഡിക്കൽ ഒക്കെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ആ മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ കണ്ടന്റിനെ പറ്റിയിട്ട്. അതുപോലെ യൂസിങ് ആൻഡ് റീസ്ട്രെയിനിങ് ദ റെക്കോർഡ്. എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗപ്പെടുത്തേണ്ടത്? റീസ്ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ചെയ്യാനുള്ള അർത്ഥമാണ്. അതായത് ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ ഉപയോഗത്തിന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡിന് അപ്ലൈ ചെയ്യാവുന്ന നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. അതുപോലെ തന്നെ മെയിൻറ്റൈനിങ് ഇറ്റ്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യണം, എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഒബ്റ്റെയിനിങ് ഇറ്റ്. എങ്ങനെയാണ് ഒരു മെഡിക്കൽ റെക്കോർഡ് ലഭിക്കുന്നത്? ഓക്കെ, എല്ലാവർക്കും ലഭിക്കില്ല മെഡിക്കൽ റെക്കോർഡ്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് മെഡിക്കൽ റെക്കോർഡ് ലഭിക്കുന്നത്, ആർക്കൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ് ലഭിക്കുന്നത്? ആൻഡ് റിലീസിംഗ് ദി ഇൻഫർമേഷൻ ഫ്രം ഇറ്റ്. അതുപോലെ മെഡിക്കൽ റെക്കോർഡിലെ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ആരുമായിട്ട് ഷെയർ ചെയ്യാം, ആർക്കൊക്കെ ഷെയർ ചെയ്യാം, അതിനുള്ള അധികാരങ്ങൾ ആർക്കൊക്കെയാണ്. ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസും റിക്വയർമെന്റ്സും അറിഞ്ഞിരിക്കണം. അതിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ജസ്റ്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് മാത്രം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട്. കണ്ടന്റിനെ പറ്റി പഠിക്കുന്നുണ്ട്, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പഠിക്കുന്നുണ്ട്, എന്തൊക്കെ വിവരങ്ങളാണ് അതിനെ റിലീസ് ചെയ്യേണ്ടത്, ആർക്കൊക്കെയാണ് റിലീസ് ചെയ്യാനുള്ള അധികാരം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വേറെ പോയിന്റുകളൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് ദ ഹോസ്പിറ്റൽ പുട്സ് ടുഗെദർ ആൻഡ് കീപ്സ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഷ്യന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മെഡിക്കൽ റെക്കോർഡ് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു റെക്കോർഡാണ്. മെയിനായിട്ട് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അല്ല, അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ആരാണ്? പേഷ്യൻസ് ആണ്. കാര്യം അവർക്ക് പരിചരണം കൊടുക്കുന്നതിന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ ഇതിൽ രേഖപ്പെടുത്തുന്നത്. ആർക്കൊക്കെ ഏതൊക്കെ ഡോക്ടേഴ്സ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, എന്തൊക്കെ മരുന്നുകൾ അവർ കഴിക്കുന്നുണ്ട്, അവർക്ക് എവിടെ പോയാലും ആ ഒരു കണ്ടിന്യൂറ്റി ഓഫ് കെയർ കിട്ടണം. അല്ലെ, അപ്പൊ ചുരുക്കി മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഫൈനൽ ബെനിഫിഷ്യറി ആര് തന്നെയാണ്? പേഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതുകൂടാതെ മെഡിക്കൽ റെക്കോർഡ്സ് ആർ ആൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു ദ കൺസൾട്ടൻസ്. അത് മാത്രമല്ല, കൺസൾട്ടൻസിന്, പേഷ്യൻസിന് ചികിത്സിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊരു ഗൈഡ് എന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനും എന്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡ്. ഈ ഡോക്ടർ ആയാലും ഏത് ഡോക്ടർമാർക്കായാലും ആ മെഡിക്കൽ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിവരങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പൊ നിലവിലുള്ള ഡോക്ടർ മാറി വേറൊരു ഡോക്ടർ വരികയാണെങ്കിൽ കൂടെയും ആ പേഷ്യന്റിന് എന്തൊക്കെ ചികിത്സകളാണ് കൊടുത്തിരുന്നത്, എന്തൊക്കെയായിരുന്നു അവരുടെ അവസ്ഥ എന്നുള്ളത് ആ മെഡിക്കൽ റെക്കോർഡ് വായിച്ച ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അവർക്കൊരു ഗൈഡ് എന്നുള്ള രീതിയിലും നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? മെഡിക്കൽ റെക്കോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. അല്ലെ, അത് ഇതാണ് കേട്ടോ. അതായത് നമ്മുടെ ഹോസ്പിറ്റൽ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിന്റെ റിസർച്ചിന്റെ കാര്യങ്ങൾക്ക്, അതുപോലെ റിസർച്ച് ഇൻ ദ സെൻസ് ആ ഒരു എന്താ പറയുക പരിചരണത്തിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെ പറ്റിയിട്ടും മറ്റുള്ള പുതിയ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടൊക്കെ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മെഡിക്കൽ റെക്കോർഡ് സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ്? സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ. ഡോക്ടേഴ്സിനും മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ ഉപയോഗപ്പെടുത്തും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നുണ്ട് ഫിസിഷ്യൻ ആൻഡ് ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ അഗേൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിനെതിരെയോ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടേഴ്സിനോ മറ്റുള്ള സ്റ്റാഫുകൾക്കെതിരോ ആയിട്ട് എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ക്രിറ്റിസിസംസ്, അൺഫെയർ ആയിട്ടുള്ള എന്തെങ്കിലും വിമർശനങ്ങൾ വരികയാണെങ്കിൽ അതിനെതിരെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് കാണിക്കാം? മെഡിക്കൽ റെക്കോർഡ് കാണിക്കാം. അല്ലെ, കാരണം മെഡിക്കൽ റെക്കോർഡിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? എൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും അൺഫെയർ ആയിട്ടുള്ള ഒരു വിമർശനങ്ങൾ ഇവർക്കെതിരെ വരികയാണ്, ഇപ്പൊ ഇവരുടെ ചികിത്സയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോ അവർക്ക് അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാനാണെങ്കിൽ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ അവർക്ക് എന്ത് കൊടുക്കാമെന്നാണ്? മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ മതി. അപ്പൊ അവരെന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊടുത്ത മരുന്നുകളിൽ എന്തെങ്കിലും പാകപ്പിഴകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലറിയാൻ പറ്റും. അല്ലെ, അപ്പൊ അതൊക്കെ ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പ്രൊട്ടക്ഷനും കൂടെ വേണ്ടിയിട്ടാണ് മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.
മനസ്സിലായതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ പുട്സ് ടുഗെദർ ആൻഡ് ഗീവ്സ് മെഡിക്കൽ റെക്കോർഡ്സ് മെയിൻലി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ പേഷ്യന്റ്. മെഡിക്കൽ റെക്കോർഡ്സ് ആർ ആൾസോ കെപ്റ്റ് ആസ് എ ഗൈഡ് ടു ദ കൺസൾട്ടൻസ് ഫോർ ദ മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിസർച്ച് ആൻഡ് ദ സെക്യൂരിറ്റി ഓഫ് ദ ഫിസിഷ്യൻ, ഹോസ്പിറ്റൽ സ്റ്റാഫ് ആൻഡ് ഹോസ്പിറ്റൽ അഗെയിൻസ്റ്റ് അൺഫെയർ ക്രിറ്റിസിസം. ക്ലിയർ. അടുത്തത് ഇതാണ്. When the hospital, അതിലൊന്നും പോയിന്റുകളൊന്നുമില്ല കേട്ടോ, മനസ്സിലാക്കി വെച്ചാൽ മതി. When the hospital lets in a patient, it enters into an implied contract to provide the services needed in the care and the treatment of the patient. എന്നിട്ട് പറയുന്ന ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലോട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഹോസ്പിറ്റല് ആ പേഷ്യന്റിന്റെ ഉത്തരവാദിത്തങ്ങൾ കംപ്ലീറ്റ് എടുക്കണം. ആ ഒരു പേഷ്യന്റിന് നല്ലൊരു പരിചരണവും ചികിത്സയും കൊടുക്കാനുള്ള ഒരു ഇംപ്ലൈഡ് കോൺട്രാക്റ്റിലോട്ട് വരികയാണ് അല്ലെ. എന്ന് ഇംപ്ലൈഡ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താ പറയാ, നമ്മൾ റിട്ടേൺ കോൺട്രാക്ട് അല്ല, അത് ഓട്ടോമാറ്റിക് കോൺട്രാക്ട് ആണ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പേഷ്യന്റ് പോവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അണ്ടർസ്റ്റുഡ് ആണ്. ആ എന്താ പറയുക, പേഷ്യന്റിന് ആവശ്യമായ പരിചരണങ്ങൾ കൊടുക്കാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ സ്വമേധയ ഉത്തരവാദിത്വം ഉണ്ട് അവർക്ക് അല്ലെ. അതൊരു ഇംപ്ലൈഡ് കോൺട്രാക്ട് ആണ്. അവരുടെ ട്രീറ്റ്മെന്റ്, നല്ല ട്രീറ്റ്മെന്റ് പരിചരണം കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വമാണ്. അങ്ങനെയുള്ളൊരു കോൺട്രാക്റ്റിലേക്ക് വരും ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിയുമ്പോൾ. അപ്പോൾ ദിസ് കോൾസ് ഫോർ കീപ്പിംഗ് എ ക്രോണോളജിക്കൽ റെക്കോർഡ് ഓഫ് ദ കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ് ബൈ ദ പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫ് നിർത്തം. അപ്പൊ അങ്ങനെ രോഗികൾക്ക് ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് കെയറും ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ അവർക്ക് കൊടുക്കുന്ന പരിചരണങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ അല്ലെങ്കിൽ ക്രോണോളജിക്കൽ ആയിട്ടുള്ള റെക്കോർഡ് അവര് എന്ത് ചെയ്ത് വെക്കണം, സൂക്ഷിക്കണം. ക്രോണോളജിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡേറ്റ് അനുസരിച്ച്, ഡേറ്റ് ആൻഡ് ടൈം അനുസരിച്ച് നമ്മൾ രോഗിക്ക് കൊടുക്കുന്ന പരിചരണങ്ങളുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. എങ്കിൽ മാത്രമേ ആ രോഗിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡോക്ടർക്ക് ഒരു കണ്ടിന്യൂവിറ്റി ആയിട്ടുള്ളൊരു പരിചരണങ്ങൾ രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അത് വേറെ പോയിന്റ് ഒന്നുമല്ല. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമല്ലോ, വരുന്ന സമയത്ത് ഹോസ്പിറ്റലിന് ഓട്ടോമാറ്റിക് ഒരു ഉത്തരവാദിത്തമായി. കാര്യം ആ ഒരു പേഷ്യന്റിന് നല്ലൊരു പരിചരണം, ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഉത്തരവാദിത്തം ചെയ്യണമെങ്കിൽ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്യണം, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്തിരിക്കണം, ആ പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളുടെ കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ ദിവസം ഇന്ന ട്രീറ്റ്മെന്റ് കൊടുത്തു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പരിശോധനകൾ നടത്തി, ഇന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി, ഡേറ്റ് അനുസരിച്ച് ആ ടൈം അനുസരിച്ച് അവിടെ എഴുതി വെക്കണം. പിറ്റത്തെ ദിവസം എന്തൊക്കെ കൊടുത്തു, ഓരോ സമയത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പേഷ്യന്റിന്റെ പരിചരണത്തിന്, അതെല്ലാം തന്നെ കൃത്യമായിട്ട് വിത്ത് ടൈം ആൻഡ് ഡേറ്റ് അനുസരിച്ച്. അതാണ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ബൈ ദ ടൈം ആൻഡ് ഡേറ്റ്, ടൈമും ഡേറ്റും അനുസരിച്ച് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്ത് വെക്കണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. ഓക്കെ, അതിനെ സഹായിക്കുന്ന ഒന്നാണ് എന്ത്, മെഡിക്കൽ റെക്കോർഡ്. മെഡിക്കൽ റെക്കോർഡ് നോക്കി കംപ്ലീറ്റ് വിവരങ്ങൾ കറക്റ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആയി പറഞ്ഞ കാര്യങ്ങള്. അതിനകത്ത് പഠിക്കാനുള്ള പോയിന്റ് എന്താണെന്ന് അറിയോ, മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ലീഗൽ റെക്കോർഡാണ്. അത് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. ബാക്കിയൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. വേറെ പോയിന്റുകളൊന്നും അതിനകത്തില്ല. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തോട്ട് പോവാൻ ജസ്റ്റ് വായിച്ചു നോക്കുമ്പോ നിനക്കത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി ഒരു മിനിറ്റ് എടുത്തൊന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കിക്കോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് അടുത്തേലോട്ട് പോവാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം കേട്ടോ. സ്റ്റാൻഡേർഡ്സ് ഫോർ ദ മെഡിക്കൽ റെക്കോർഡ് സർവീസസ്. ഈ മെഡിക്കൽ റെക്കോർഡിന്റെ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങളെ പറ്റിയിട്ടാണ് ഇനി അവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള പോയിന്റുകളാണ്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി എ മെഷർ സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് ദ റൂൾ ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. ഒന്നുകൂടെ വായിക്കാം. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ നോർമലി ഇറ്റ് ഈസ് എ മെഷർ സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് എ റൂൾ ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും മാനദണ്ഡം എന്ന് പറയും അല്ലെ, മാനദണ്ഡങ്ങളാണ്.
അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്, ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങള് അല്ലെങ്കിൽ ഒരു കൂട്ടം റൂൾസ്, നിയമങ്ങളാണ്. ആരാണ് ആ നിയമങ്ങൾ സെറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി. ഏതെങ്കിലും ഒരു അധികാരപ്പെട്ട ഒരു ഓഫീസർ, ഒരു വ്യക്തി ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഇത്തരം സ്റ്റാൻഡേർഡുകൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം. ഈ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു കൂട്ടം മാനദണ്ഡങ്ങളാണ്, എന്ന് വെച്ചാൽ ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആണ്. എന്തിനുള്ള റൂൾസ് ആണ്? ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓർ ക്വാളിറ്റി. അതായത് നമ്മുടെ എന്താ പറയുക, മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡാണ് അല്ലെ. അപ്പൊ ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകള് നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പുവരുത്താനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങള് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അതായത് ഒരു ഹോസ്പിറ്റലിൽ നമുക്കറിയാം മെഡിക്കൽ റെക്കോർഡിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ് അവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റലിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, കംപ്ലീറ്റ് ആയിരിക്കണം, അപ്ഡേറ്റഡ് ആയിരിക്കണം, അതുപോലെ കറക്റ്റ് ആയിരിക്കണം അതിലെ വിവരങ്ങള്. അപ്പൊ അങ്ങനെ ഒരു മെഡിക്കൽ റെക്കോർഡ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങള്, റൂൾസിനെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്റ്റാൻഡേർഡുകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി. അല്ലെ, ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഓഫീസർ, ഒരു അതോറിറ്റി, ഒരു അധികാരി, മേ ബി അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കാം. അങ്ങനെ ഒരു അതോറിറ്റിയാണ് ഇത്തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയല്ലോ? ഇതാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. സ്റ്റാൻഡേർഡ്സ് ആർ നോർമലി മെഷർ സെറ്റ് ബൈ എൻ എക്സ്പെർട്ട് അതോറിറ്റി ആസ് എ റൂൾ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ മെഷറിംഗ് ക്വാണ്ടിറ്റി ഓഫ് ക്വാളിറ്റി. ക്വാണ്ടിറ്റി ഓഫ് ക്വാളിറ്റി എന്ന് വെച്ചാൽ ആ മെഡിക്കൽ റെക്കോർഡിന്റെ മെയിൻ്റനൻസിലുള്ള ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി അല്ലെ, എത്രത്തോളം നന്നായിട്ട് അവിടെ അവര് സ്റ്റോർ ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പുവരുത്താനുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ ആരാണ് സെറ്റ് ചെയ്യുന്നത്? എക്സ്പെർട്ട് അതോറിറ്റി. ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. അക്കോർഡൻസ് വിത്ത് ദി സ്റ്റാൻഡേർഡ്സ് ഈസ് നോർമലി എ കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്, accreditation or payment of service. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ്സുകൾ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇത്തരം മാനദണ്ഡങ്ങള്, ഇത്തരം റൂൾസ് അല്ലെങ്കിൽ ഇത്തരം ഗൈഡ് ലൈൻസ് പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. അതെന്തിനു ആവശ്യമാണ്? ഇറ്റ് ഈസ് നോർമലി കണ്ടീഷൻ ഓഫ് ലൈസൻസിങ്, accreditation or payment of service. അതെന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിന് ലൈസൻസ് ലഭിക്കാനും accreditation അല്ലെ, accreditation എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകാരം ലഭിക്കാനും. എന്തിനു പറയുന്നു? പേയ്മെന്റ് ഓഫ് സർവീസ്, അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പേയ്മെന്റ് ഒക്കെ ലഭിക്കുന്നതിനും ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അവിടെ ഫോളോ ചെയ്തിരിക്കണം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള മാനദണ്ഡങ്ങൾ നോക്കിയിട്ട് വേണം ഒരു ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് ആണെങ്കിലും ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെല്ലാം കറക്റ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതിനായിട്ട് ഒരു കൂട്ടം മാർഗനിർദ്ദേശ റൂൾസുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റൂൾസ് അനുസൃതമായിക്കൊണ്ട് വേണം പ്രവർത്തിക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അവർക്ക് ലൈസൻസിങ് ആയാലും അതുപോലെ അക്രഡിറ്റേഷൻ, അംഗീകാരം ആയാലും അവര് കൊടുക്കുന്ന സേവനങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് ലഭിക്കണമെങ്കിലും ഈ പറയുന്ന സ്റ്റാൻഡേർഡ്സുകൾ അവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ഹോസ്പിറ്റൽ മസ്റ്റ് കീപ് ദ മെഡിക്കൽ റെക്കോർഡ്സ് that are documented correctly and in a timely manner and are perfect and readily available for the swift retrieval of information including statistical data. അത് വേറൊന്നുമല്ല, ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡ്സ് അവർ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? ഡോക്യുമെന്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കണം. കറക്റ്റ്ലി ആൻഡ് ഇൻ എ ടൈംലി മാനർ ആൻഡ് ആർ പെർഫെക്റ്റ് ആൻഡ് റെഡിലി അവൈലബിൾ. ഒന്ന് കറക്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ഡേറ്റ് അനുസരിച്ചും കൃത്യമായിട്ടുള്ള ടൈം അനുസരിച്ചും പിന്നെ കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കണം. മെഡിക്കൽ റെക്കോർഡ് എപ്പോഴും കംപ്ലീറ്റ് ആയിരിക്കണം, അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കണം. എന്ന് വെച്ചാൽ വിവരങ്ങളൊന്നും പെൻഡിങ് വരാൻ പാടില്ല, കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. ആൻഡ് റെഡിലി അവൈലബിൾ ഫോർ ദ സ്വിഫ്റ്റ് retrieval of information including statistical data. ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവൈലബിൾ ആവുന്ന രീതിയിൽ അതിലെ വിവരങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും, വീണ്ടെടുക്കാനായിട്ട് സാധിക്കണം. ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സിലെ വിവരങ്ങൾ എന്ത് ചെയ്ത് വെക്കാനായിട്ട്, സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയത്? അപ്പൊ ഇത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു പറഞ്ഞത്. എന്നുവെച്ചാൽ അത്രയേറെ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് അതിനൊക്കെയാണ് ഈ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ പ്രവർത്തിക്കുന്നത് കേട്ടോ. അതിനു വേണ്ടി തന്നെ ഒരു
ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. കാര്യം ഇങ്ങനെയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഒരു പേഷ്യന്റ് എമർജൻസി വന്നു, നമുക്ക് അവരുടെ വിവരങ്ങൾ അറിയണമെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് വേണം. അപ്പൊ അതിന് പെട്ടെന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്യേണ്ടി വന്നാൽ, പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നാൽ അവൈലബിൾ ആകുന്ന രീതിയിൽ ടൈമിലി ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വേണം നമ്മൾ മെഡിക്കൽ റെക്കോർഡ്സുകളെ എന്ത് ചെയ്യാനായിട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ആ 3 പോയിന്റ് ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഒരു എക്സ്പെർട്ട് അതോറിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടം മാർഗനിർദ്ദേശങ്ങൾ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു ഹോസ്പിറ്റലിൽ ലൈസൻസിങ്ങും അക്രഡിറ്റേഷനും അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് ശരിയായ പേയ്മെന്റുകളൊക്കെ ലഭിക്കുള്ളൂ. പിന്നെ ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ റെക്കോർഡ് പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് അവിടെ കറക്റ്റ് ആയിട്ടും ടൈമിലി ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം. എന്തെങ്കിലും ആ വിവരങ്ങൾ റിട്രീവ് ചെയ്യേണ്ടി വരുമ്പോൾ എളുപ്പം അവൈലബിൾ ആവുന്ന രീതിയിൽ, തപ്പി നടക്കേണ്ട ഒരു സാഹചര്യം വരരുത്. അവൈലബിൾ ആവുന്ന രീതിയിൽ മെഡിക്കൽ റെക്കോർഡ്സ് എന്നും മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? വായിച്ചു നോക്ക് കേട്ടോ, ഒരു മിനിറ്റ് എടുത്തൊന്ന് വായിച്ചു നോക്ക്. ക്ലിയർ ആയി നോക്കാം പോയിന്റ്. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ നെക്സ്റ്റ് ഭാഗത്തോട്ട് നമുക്ക് പോകാം. ദ ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ്. ഇവിടെ നിന്ന് തുടങ്ങാണ് കേട്ടോ. ഇവിടെ നിന്ന് നമ്മുടെ മെയിൻ മെഡിക്കൽ റെക്കോർഡിന്റെ മെയിൻ ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കാണ്. The inpatient medical record must include at least the following. ഇനി ഒരു ഇൻപേഷ്യന്റ്, ദാറ്റ് മീൻസ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാ പേഷ്യൻസിനും മെഡിക്കൽ റെക്കോർഡ് ഉണ്ടാവും. ഔട്ട് പേഷ്യൻസിനും ഉണ്ടായിരിക്കും, ഇൻപേഷ്യൻസിനും ഉണ്ടായിരിക്കും. നമ്മളിവിടെ ആദ്യം നോക്കുന്നത് ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ദ ഫോളോയിങ്. ഒരു അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡില് താഴെ പറയുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. അതൊന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ വിവരങ്ങളാണെന്ന് നോക്കണം കേട്ടോ. ഒന്നാമത്തെ പോയിന്റിനാണ് അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ. എന്താണ്? അബ്സല്യൂട്ട് ആൻഡ് കറക്റ്റ് ഐഡന്റിഫിക്കേഷൻ ഡാറ്റ ഓഫ് പേഷ്യന്റ്. അതായത് ആ ഒരു രോഗിയുടെ കൃത്യമായിട്ടുള്ളത്, അബ്സല്യൂട്ട് കറക്റ്റ് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള തിരിച്ചറിയൽ വിവരങ്ങൾ എന്തിലുണ്ടായിരിക്കണം? ഒരു ഇൻപേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഡാറ്റ അല്ലെ. അതായത് ആ രോഗി ആരാണ്, അയാളുടെ പേര്, അഡ്രസ്, പിന്നെ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെയുള്ളത്, അയാളുടെ റിലീജിയൻ, കമ്മ്യൂണിറ്റി. നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ എഴുതി വാങ്ങുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ ഡാറ്റയാണ് അല്ലെ. അപ്പൊ അത്തരത്തില് രോഗിയുടെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള തിരിച്ചറിയൽ വിവരങ്ങൾ എന്തിനകത്ത് എന്താണ്? ഈ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമത്തെ എന്താണ്? എ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ടു ദ ഇൻപേഷ്യന്റ് സർവീസസ്. അതായത് രോഗിയെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി അത് ഇതിനകത്ത് ഉണ്ടായിരിക്കണം, മെഡിക്കൽ റെക്കോർഡിനകത്ത്. അപ്പൊ നിങ്ങൾ ഇത് മാർക്ക് ചെയ്താൽ മതി. മെഡിക്കൽ ഹിസ്റ്ററി അണ്ടർലൈൻ ചെയ്യാം. എപ്പോഴാണ്? കംപ്ലീറ്റഡ് വിത്തിൻ ദ ഫസ്റ്റ് 24 hours ഓഫ് അഡ്മിഷൻ ഓർ ടു ഇൻപേഷ്യന്റ് സർവീസ്. അതായത് ആ രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ട് ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി. അവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി അത് കൃത്യമായിട്ട് ഈ റെക്കോർഡിനകത്ത് എൻട്രി ചെയ്തിരിക്കണം. അപ്പൊ ഒന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, രണ്ടാമത്തത് ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി വിത്തിൻ ഫസ്റ്റ് 24 hours കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടായിരിക്കണം കേട്ടോ. മൂന്നാമത്തെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? എ ഫിസിഷ്യൻ അസസ്മെന്റ്. എന്താണ്? എ ഫിസിഷ്യൻ അസസ്മെന്റ് completed within the first 24 hours of admission to the inpatient service. ഈ രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ട് ആദ്യ 24 മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കിയിട്ടുള്ളൊരു ഫിസിഷ്യന്റെ അസസ്മെന്റ്. അതായത് ഒരു ഡോക്ടർ വരുമല്ലോ, അവരെ പരിശോധിക്കുമല്ലോ, പ്രൈമറി അസസ്മെന്റ് നടത്തുമല്ലോ, ആ ഫിസിഷ്യന്റെ അസസ്മെന്റിന്റെ വിവരങ്ങൾ അതും എന്തിനകത്ത് ഉണ്ടായിരിക്കണം? ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. രോഗി വരുന്നു, അഡ്മിറ്റ് ആവുന്നു, 24 hours ആദ്യം ഡോക്ടർ വരും അല്ലെ. ഡോക്ടർ വന്ന് ജസ്റ്റ് ഫിസിക്കൽ അസസ്മെന്റുകളും മറ്റുമൊക്കെ നടത്തും. അതിൽ നിന്ന് ഡോക്ടർ അനുമാനിച്ച കാര്യങ്ങൾ, ഫിസിഷ്യൻ അസസ്മെന്റ്, അത് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ കേട്ടോ. നാലാമത്തെ എന്താണ്? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. എന്താണ്? പ്രൂഫ് ഓഫ് അപ്രോപ്രിയേറ്റ് ഇൻഫോംഡ് കൺസെന്റ്. അതായത് കൃത്യമായിട്ട് ആ രോഗിയുടെ
എന്താ പറയുക കൺസെന്റ് അല്ലെ, അതായത് അവരുടെ സമ്മതത്തിന്റെ പ്രൂഫ്. അവരുടെ സമ്മതം ഇല്ലാതെ ഒരിക്കലും അവർ അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ രോഗിയുടെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ രോഗിയുടെ അറിവോടുകൂടി തന്നെയാണ് ആ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിന് തെളിവായിട്ട് ആ രോഗിയുടെ ഒരു സമ്മതത്തിന്റെ പ്രൂഫ്, കൺസെന്റിന്റെ ഒരു പ്രൂഫ് അവിടെ അതിനകത്ത് ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ നിർബന്ധിച്ച് പിടിച്ച് അഡ്മിറ്റ് ചെയ്തതല്ലാന്ന് ആവരുത് അല്ലെ. രോഗിയുടെ സമ്മതത്തോടു കൂടിയിട്ടാണെന്നുള്ളത് ഉറപ്പുവരുത്താൻ ഒരു പ്രൂഫ് ഓഫ് ഇൻഫോംഡ് കൺസെന്റ് അത് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ആരുടെ? ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത്. ഓക്കെ, ഇപ്പൊ 4 മനസ്സിലായോ? ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, രണ്ടാമത്തെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി കംപ്ലീറ്റഡ് വിത്തിൻ 24 hours, മൂന്നാമത്തെ ഫിസിഷ്യൻ അസസ്മെന്റ് കംപ്ലീറ്റഡ് വിത്തിൻ 24 hours. ദെൻ വരുന്നത് പ്രൂഫ് ഓഫ് ഇൻഫോംഡ് കൺസെന്റ്. അഞ്ചാമത്തെ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് പ്രൊസീജിയേഴ്സ്. പിന്നീട് ആ രോഗിയിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ രോഗനിർണയത്തിന്റെയും അതുപോലെ തെറാപ്യൂട്ടിക് നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ അതിന്റെ രേഖ ഉണ്ടായിരിക്കണം. പിന്നെ വേണ്ടത് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് പാത്തോളജി ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻസ് ആസ് വെൽ ആസ് റേഡിയോളജി ആൻഡ് ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. അതായത് നമ്മൾ ആ രോഗിയിൽ ചെയ്യുന്ന എല്ലാവിധ ചികിത്സകളും, ലാബ് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റേഡിയോളജി ടെസ്റ്റുകൾ, എക്സ്റേയോ സ്കാനുകളൊക്കെ ചെയ്യുന്നതിന് അതിന്റെ വിവരങ്ങൾ, ഈവൻ ന്യൂക്ലിയർ മെഡിസിൻ എക്സാമിനേഷൻ. ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ന്യൂക്ലിയർ മെഡിസിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള ചികിത്സകളും മറ്റും ചെയ്യുന്നതിന് പൂർണ്ണമായിട്ടും രോഗിയിൽ ചെയ്യുന്ന എല്ലാ എന്താ പറയാ ചികിത്സകളുടെയും രോഗനിർണയത്തിന്റെയും വിശദാംശങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ വേണ്ടത് എന്താണ്? കൺസൾട്ടേഷൻ റിപ്പോർട്ട്സ് ആൻഡ് പ്രോഗ്രസ് നോട്ട്സ്. അതുകൂടാതെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്, അതായത് ഡോക്ടർ വന്ന് രോഗിയെ പരിശോധിച്ച് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ എഴുതുന്ന കൺസൾട്ടേഷൻ റിപ്പോർട്ടുകളും അതുപോലെ പ്രോഗ്രസ് നോട്ട്സ്, അതായത് ഓരോ ദിവസവും രോഗിയിൽ ഉണ്ടാകുന്ന പ്രോഗ്രസിനെ പറ്റിയിട്ട് അല്ലെ, ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് അങ്ങനെ അതിന് പ്രോഗ്രസ് നോട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. ആ പ്രോഗ്രസ് നോട്ടുകളൊക്കെ ഈ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്? ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്, അതായത് ഓപ്പറേഷൻസ് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ, അതുപോലെ തന്നെ അവർക്ക് കൊടുക്കുന്ന അനസ്തേഷ്യയുടെ ഒക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഈ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വേണ്ടത് എന്താണ്? ഡിസ്ചാർജ് സമ്മറി അല്ലെ. രോഗിയെ ചികിത്സിക്കുന്നു, രോഗഭേദമായി പോകും, പേഷ്യന്റ് പോകുന്ന സമയത്ത് ആ ഡിസ്ചാർജ് സമ്മറിയും എന്തിനകത്ത് ഉണ്ടായിരിക്കണം? മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കണം. അവിടെ പറയുന്നുണ്ട് എ ഡിസ്ചാർജ് സമ്മറി ഇറ്റ് ഈസ് റിട്ടൺ അറ്റ് ദ ടെർമിനേഷൻ ഓഫ് ഹോസ്പിറ്റലൈസേഷൻ. അറിയാലോ, അതായത് ഒരു ഹോസ്പിറ്റലൈസേഷൻ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ, അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എഴുതുന്നതാണ് എന്ത്? ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് അല്ലെ. ബ്രീഫ്ലി സമ്മറൈസിങ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഉൾപ്പെടുത്തേണ്ടത്? ബ്രീഫ്ലി സമ്മറൈസിങ് ദ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലൈസേഷനുള്ള കാരണങ്ങൾ, എന്ത് കാരണം കൊണ്ടാണ് ആ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. അതുപോലെ ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, രോഗിയിൽ നടത്തിയിട്ടുള്ള ചികിത്സയുടെ പ്രധാന ഫൈൻഡിങ്സ്. പ്രൊസീജിയേഴ്സ് ഡൺ, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. ആൻഡ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ്, എന്തൊക്കെ ചികിത്സകളാണ് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്തത്. അതുപോലെ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ഓൺ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ്. ആൻഡ് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി, പേഷ്യന്റിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഡിസ്ചാർജ് ചെയ്തു പോകുന്ന സമയത്തും അല്ലാതെയും അവർക്ക് കൊടുത്ത നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്. ഇങ്ങനെ ഉൾപ്പെടുന്ന ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു ബ്രീഫ് സമ്മറൈസിംഗ് ആണ് ഇതിനകത്ത് എഴുതേണ്ടത്. ഡിസ്ചാർജ് സമ്മറിക്കകത്ത് ഉണ്ടായിരിക്കും. നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ, ഒരു ഡിസ്ചാർജ് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, ഇമ്പോർട്ടന്റ് ഫൈൻഡിങ്സ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡഡ് കേട്ടോ. അതുപോലെ തന്നെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ഗിവൻ ടു ദ പേഷ്യന്റ് ആൻഡ് ഫാമിലി. ഇനി മെഡിക്കൽ റെക്കോർഡ്സ് ഷുഡ് ബി കോൺഫിഡൻഷ്യലി ഗ്യാരണ്ടീഡ് കേട്ടോ. മെഡിക്കൽ റെക്കോർഡ്സ് എപ്പോഴും എന്തായിരിക്കണം? കോൺഫിഡൻഷ്യൽ ആയിരിക്കണം കേട്ടോ. അതിലെ വിവരങ്ങൾ വളരെ പ്രൈവസി ഉള്ളതായിരിക്കും. എന്ന് വെച്ചാൽ അതിലെ വിവരങ്ങൾ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. രോഗിയുടെ വിവരങ്ങളാണ്, സോ ഇറ്റ് മസ്റ്റ് ബി കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. പ്രസന്റ്ലി ഓതന്റിക്കേറ്റഡ്, അതായത് ആധികാരികതയുള്ളതായിരിക്കും. ആധികാരികത എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം, വിശ്വസ്തമായിരിക്കണം. എന്ന് വെച്ചാൽ അതിൽ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ അത്രയും ജെന്യുവിൻ ആയിരിക്കണം, ട്രസ്റ്റഡ് ആയിരിക്കണം അല്ലെ, വിശ്വാസയോഗ്യമായിരിക്കണം. അതുപോലെ ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ്, ലെജിബിൾ എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിരിക്കണം, കംപ്ലീറ്റ് ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് ഇത്രയേ ഉള്ളൂ. മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ലീഗൽ റെക്കോർഡാണെന്ന് മനസ്സിലാക്കി വെക്കാം. അതുപോലെ തന്നെ ഒരു എന്താ പറയാ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ ഇപ്പൊ പഠിച്ചത് ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐഡന്റിഫിക്കേഷൻ ഡാറ്റ, പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ ഹിസ്റ്ററി ദാറ്റ് കംപ്ലീറ്റഡ് വിത്തിൻ 24 hours after the admission. അതുപോലെ ഫിസിഷ്യൻ അസസ്മെന്റ് ദാറ്റ് ഈസ് കംപ്ലീറ്റഡ് വിത്തിൻ 24 hours of admission. പിന്നെ പ്രൂഫ് ഓഫ് ഇൻഫോംഡ് കൺസെന്റ്, പിന്നെ ഈ പറയുന്ന റിപ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡയഗ്നോസ്റ്റിക് തെറാപ്യൂട്ടിക് പ്രൊസീജിയർ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പാത്തോളജി ക്ലിനിക്കൽ ലബോറട്ടറി എക്സാമിനേഷൻസ്, അതുപോലെ തന്നെ കൺസൾട്ടേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട്, ഓപ്പറേറ്റീവ് ആൻഡ് അനസ്തേഷ്യ റിപ്പോർട്ട്, ദെൻ ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ മെഡിക്കൽ റെക്കോർഡ്സുകൾ എപ്പോഴും എന്തായിരിക്കണം? വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അതിലെ വിവരങ്ങൾ എപ്പോഴും ട്രസ്റ്റഡ് ആയിരിക്കണം, അതായത് വിശ്വാസയോഗ്യമായിരിക്കണം, ട്രസ്റ്റഡ് ആയിരിക്കണം, ലെജിബിൾ ആൻഡ് കംപ്ലീറ്റ്, അത് വ്യക്തമായിരിക്കണം, പൂർണ്ണമായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ് കേട്ടോ, തേർഡും ഫോർത്തും മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓരോ ചാപ്റ്ററിനും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അവസാന ഘട്ടത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പൊ ഒരു പ്രാവശ്യം നിങ്ങൾ ഡെയിലി വായിച്ചു പോകാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ശരി, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.